മലപ്പുറം വട്ടപ്പാറയിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള വയഡക്ട് പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഈ മാസം അവസാനത്തോടെ പാലം വഴി വാഹനങ്ങൾ കടത്തിവിടാനാകുമെന്നാണ് കരുതുന്നത്. ഇതോടെ അപകടങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ച വട്ടപ്പാറ വളവിലൂടെയുള്ള യാത്ര ദീർഘദൂരയാത്രക്കാർക്ക് ഒഴിവാക്കാനും കഴിയും. ജില്ലയിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. വളാഞ്ചേരി വട്ടപ്പാറയിൽ നിർമ്മാണം നടക്കുന്ന വയഡക്ട് പാലത്തിന്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. 135 തൂണുകളിലായി 4 കിലോമീറ്റർ ദൂരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. കുന്നിനു മുകളിൽ നിന്ന് വയലിലേക്ക് നീളുന്ന അതിമനോഹരമായ പാലം. ഈ മാസം അവസാനത്തോടെ പാലം തുറന്നുകൊടുക്കാനാകുമെന്നാണ് കരുതുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ അപകടങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ച വട്ടപ്പാറ വളവിലൂടെയുള്ള യാത്ര ഇനി ഒഴിവാക്കാനാകും. പട്ടാമ്പി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നവർ മാത്രമേ ഇനി വട്ടപ്പാറ വളവ് വഴി യാത്ര ചെയ്യേണ്ടി വരികയുള്ളൂ. ഈ വട്ടപ്പാറ വളവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പുരാതനമായിട്ട് റോഡുള്ള കാലം മുതൽക്കേ അപകടങ്ങൾ നിത്യസംഭവമായിരുന്നു. ഒരുപാട് മരണം സംഭവിച്ച ഒരു വട്ടപ്പാറ, കുപ്രസിദ്ധിയാർജിച്ച ഒരു വട്ടപ്പാറ വളവാണ് നമ്മുടെ ഈ പ്രദേശം. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് തന്നെ നമുക്ക് ഈ മേൽപ്പാലം കൊണ്ട് വളാഞ്ചേരി ബൈപ്പാസ് കൊണ്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വളാഞ്ചേരി നഗരത്തിലെ ഗതാഗതക്കുരുക്കും വട്ടപ്പാറയിലെ അപകട വളവുമെല്ലാം ഒഴിവാക്കി അതിമനോഹരമായ ഈ പാലത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കാനാകും. മലപ്പുറം വളാഞ്ചേരിയിലെ ഈ വയഡക്ട് പാലം തുറന്നു കൊടുക്കുന്നതോടെ അപകടങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ച വട്ടപ്പാറ വളവ് ഒഴിവാക്കി ദീർഘദൂര യാത്രക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാം. ഈ മാസം അവസാനത്തോടുകൂടി ഈ പാലം തുറന്നു കൊടുക്കുമെന്നാണ് കരുതുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കുടുങ്ങി, മീഡിയ 1 തിരൂർ.